നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഭയങ്കര മോശമാണ്, നിങ്ങളുടെ ലോൺ റിജക്ട് ആയി. സോറി, ക്രെഡിറ്റ് സ്കോർ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കേട്ടിട്ടുള്ള ഒരു വാക്കായിരിക്കും സിബിൽ സ്കോർ എന്നത്. നമ്മളൊരു ഫോൺ എടുക്കാൻ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ലോണിന് അപ്ലൈ ചെയ്യുന്ന സമയത്തോ നമ്മുടെ മുന്നിൽ വില്ലനായിട്ട് വരുന്നത് ഈ ഒരു സിബിൽ സ്കോർ ആയിരിക്കും. സിബിൽ സ്കോർ എന്താണെന്ന് അറിയുന്നതിന് മുന്നേ നമ്മൾ എന്താണ് ക്രെഡിറ്റ് സ്കോർ, അതുപോലെ തന്നെ ക്രെഡിറ്റ് ബ്യൂറോകൾ തുടങ്ങിയ കാര്യങ്ങളെ പറ്റി ഒന്ന് അറിഞ്ഞിരിക്കണം. അതായത് ഒരു വ്യക്തിയുടെ ക്രെഡിറ്റ് വർത്ത്നെസ്, അല്ലെങ്കിൽ ഒരു വ്യക്തി കടമെടുക്കാൻ അർഹനാണോ, കടമെടുത്തു കഴിഞ്ഞാൽ തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി അദ്ദേഹത്തിനുണ്ടോ എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്കോറാണ് ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത്. പൊതുവിൽ 300-നും 900-നും ഇടയിലായിരിക്കും ഈ ഒരു ക്രെഡിറ്റ് സ്കോർ വരിക. ഇത്തരത്തിൽ ക്രെഡിറ്റ് സ്കോറുകൾ കൊടുക്കുന്ന സ്ഥാപനങ്ങളെയാണ് നമ്മൾ ക്രെഡിറ്റ് ബ്യൂറോകൾ എന്ന് വിളിക്കുന്നത്. ഈ ക്രെഡിറ്റ് ബ്യൂറോകളെ നമ്മൾ ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനികളെന്നും വിളിക്കാറുണ്ട്. അപ്പൊ അത്തരത്തിലൊരു കമ്പനിയാണ് സിബിൽ എന്ന് പറയുന്നത്. സിബിൽ അല്ലെങ്കിൽ ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, അമേരിക്കൻ കമ്പനി ആയിട്ടുള്ള ട്രാൻസ് യൂണിയന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് സിബിൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, സിബിൽ കൂടാതെ ഇന്ത്യയിൽ ഇക്വിഫാക്സ്, അതുപോലെ തന്നെ ക്രിപ്പ്, അത്തരത്തിലുള്ള പല കമ്പനികളും ഇത്തരത്തിൽ ക്രെഡിറ്റ് സ്കോറുകൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനുള്ളിലുള്ള സിബിൽ പ്രൊവൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ സിബിൽ എന്ന് പറയുന്ന ആ ഒരു ക്രെഡിറ്റ് ബ്യൂറോ പ്രൊവൈഡ് ചെയ്യുന്ന ക്രെഡിറ്റ് സ്കോറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സിബിൽ സ്കോർ എന്ന് വിളിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ ക്രെഡിറ്റ് ബ്യൂറോകളെല്ലാം തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൃത്യമായിട്ടുള്ള റെഗുലേഷനിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. എന്തൊക്കെ കാരണങ്ങളാണ് സിബിൽ സ്കോർ കുറയുന്നതിലോട്ട് നയിക്കുന്നത്? ഇതിൽ ആദ്യമെന്ന് പറയുന്നത് നമ്മുടെ ലോൺ തിരിച്ചടവുകളിൽ നമ്മൾ വരുത്തുന്ന പിഴവുകളാണ്. അതായത് EMI പേയ്മെന്റുകൾ കൃത്യസമയത്ത് അടയ്ക്കാതിരിക്കുന്നതോ, EMI പേയ്മെന്റുകളിൽ മുടക്ക് വരുത്തുന്നതോ അല്ലെങ്കിൽ ലേറ്റ് ആയിട്ട് അടയ്ക്കുന്നതോ എല്ലാം തന്നെ നമ്മുടെ സിബിൽ സ്കോർ കുറയുന്നതിന് കാരണമാകുന്നുണ്ട്. ഇനി മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ ആണ്. ഉദാഹരണം, നമുക്കൊരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. ആ ക്രെഡിറ്റ് കാർഡ് ഒരു 1 ലക്ഷം രൂപ ലിമിറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അതിൻ്റെ പരമാവധി 30% വരെ ഉപയോഗിക്കുന്നത് വഴി നമുക്കൊരു സുരക്ഷിതമായിട്ടുള്ള സിബിൽ സ്കോർ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. എന്നാൽ 30%-ലധികം നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായും നമ്മുടെ സിബിൽ സ്കോർ കുറയുന്നതിന് അതൊരു കാരണമാകുന്നുണ്ട്. ഇത് കൂടാതെ നമ്മൾ ഒന്നിലധികം ലോണുകൾ, കുറഞ്ഞ സമയത്തിൽ ഒന്നിലധികം ലോണുകൾ നടത്തുകയോ ലോണിന് വേണ്ടിയുള്ള എൻക്വയറി നടത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ക്രെഡിറ്റ് ബ്യൂറോകൾക്ക് ഉറപ്പായിട്ടും തോന്നുന്നുണ്ടാകും നമുക്ക് ഈ ലോണിനൊരു അത്യാഗ്രഹമുള്ള ഒരാളാണ്. അത്തരത്തിലുള്ള ഒരു തോന്നലും നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കുറയുന്നതിന് കാരണമാകുന്നത്. ഒരു വ്യക്തിയുടെ സിബിൽ സ്കോർ കുറയുന്നത് ഒരു ടെമ്പററി പ്രോസസ്സ് മാത്രമാണ്. ഇത് നമുക്ക് കൃത്യമായിട്ടുള്ള EMI തിരിച്ചടവുകളിലൂടെയും അതുപോലെ തന്നെ ഒരു പ്രോപ്പർ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ടാകുന്നത് വഴിയും ഇത് മറികടക്കാവുന്നതാണ്. ഒരു സാധാരണക്കാരന്റെ ലോൺ എടുക്കാനുള്ള പരിധി തീരുമാനിക്കാനുള്ളത് ഒരു സ്വകാര്യ കമ്പനിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് എഴുതുക.